Hello, welcome to I am Papu's Mom YouTube channel. ഞാനേ വെറുതെ ഇരിക്കാൻ നേരത്തെ ഇങ്ങനെ മീൻ വെട്ടിക്കൊണ്ടിരിക്കാതെ ഞാൻ വിചാരിച്ചു മിനി വ്ളോഗ് ചെയ്യാന്ന്. മിനി വ്ളോഗ് അല്ല, ഒരു ചെറിയ ഒരു സ്മാൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ രണ്ട് ഒട്ടും അഹങ്കാരം ഇല്ലാത്ത ഒരു അനിയൻ കൂടെ ഉള്ളതിനെ കൊണ്ട് അറപ്പിനും വെറുപ്പിനും ഒരു കാര്യമില്ല. ഇല്ലേടാ അഖിലേ ആ ഞാൻ അവന്റെ വീഡിയോ ഇതിനകത്ത് കൊടുത്തേക്കാം. വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് അവന്റെ കുറെ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു ക്യാമറ സെറ്റ് ചെയ്യുന്ന സമയത്ത്, അത് ഞാൻ കൊടുത്തേക്കാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാ മീൻ വെട്ടുവാണ്. ഞാൻ അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ മീൻ വെട്ടുവാണ്. പൊന്നാറ് മീൻ വെട്ടി മീൻ കറി വെച്ച് ചോറ് വെച്ച് രാവിലെ എഴുന്നേറ്റ് അടുപ്പത്ത് അരിയൊക്കെ ഇട്ട് ചോറ് വെച്ചായിരുന്നു. ചോറ് വെച്ചതിന് ശേഷം ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കാൻ എത്താന്ന് വിചാരിച്ചു. ഇന്നൊരു ചെറിയ വേറൊന്നും ഇടാനില്ല. ഡേ ഇൻ മൈ ലൈഫ്, ഡേ ഇൻ മൈ ലൈഫ് ഒന്നും പറയാൻ പറ്റത്തില്ല. മിനി ഡേ ഇൻ മൈ ലൈഫ്, വേറൊന്നും കാണത്തില്ല. ചോറൊക്കെ ഒഴിക്കും. അതെങ്ങനെയാ നമ്മൾക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കി തരാൻ പറഞ്ഞ ആർക്കും കൂടെ സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തനിയെ കണ്ടന്റ് ഉണ്ടാക്കി മുന്നോട്ട് പോകാമെന്ന് ഞാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ മീൻ വെട്ടിക്കഴിഞ്ഞിട്ട് ഇനി മീൻ കറി വെക്കണം. പിന്നെ ഒരു മഷ്റൂം ഇരിപ്പുണ്ട്, അത് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. പിന്നെന്താ, വേറൊന്നും കഴിക്കത്തില്ല. അനന്തും ഇല്ല, അച്ഛനില്ല, ചേച്ചിയില്ല, ചേട്ടനില്ല, തക്കടും ഇല്ല. ഇവനിപ്പോ പോവും. അപ്പം ആരുമില്ല, ഞാനും പാപ്പു മാത്രമേ ഉള്ളൂ. പാപ്പു ഉറക്കം എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇത്രയും നേരവും, ഉറങ്ങാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മീൻ കണ്ടിച്ചതിന് ശേഷം അവനുള്ള ഫുഡും ശരിയാക്കണം. അവന് ചിക്കനാണ്, അപ്പം അത് ശരിയാക്കണം. അത് ശരിയാക്കി കൊടുക്കാം. അപ്പം ഞാൻ മീൻ കണ്ടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ മീനൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. നല്ല പൊന്നാരം വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ പീസ് ആയിട്ടാട്ടോ വെട്ടുന്നത്, ഇങ്ങനെ വെട്ടുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് തല നമ്മളങ്ങനെ എടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പാപ്പു ഉള്ളതിനെ കൊണ്ട് അവനായിരിക്കും ഞങ്ങൾ തല കൊടുക്കുന്നത്. പക്ഷെ ഇന്ന് അവന് ചിക്കൻ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ചിക്കൻ അവന് കൊടുക്കുന്നതിനെ കൊണ്ട് തല നമുക്ക് പൊരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതില് പോയി. അപ്പൊ എനിക്ക് അവൻ കാപ്പി ഇട്ടെന്നിട്ടാ പോയത്. ഞാൻ മീൻ വെട്ടാൻ നേരത്തെ അവൻ കാപ്പി ഇട്ടത്. കാപ്പി ഇട്ടവൻ തരും, അവൻ കാപ്പി ഇടുവാണെങ്കിൽ എനിക്കും തരും കേട്ടോ. കാപ്പിയൊക്കെ ഇട്ട് തരും. കുഞ്ഞി പാവാ. അങ്ങനെ ചട്ടി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട്, ഞാൻ മീൻകറി ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാമല്ലോ മീൻകറിയൊക്കെ ഉണ്ടാക്കാം. സ്വാഭാവികം നമ്മൾ വെക്കുന്നത് മുളക് കറി ഇല്ലേ, അതാ വെക്കുന്നത്. ഇപ്പം വെക്കുന്നതൊക്കെ കാണിക്കണോന്ന് വെച്ചാ ഒരു ദിവസം വെക്കുന്നത് കാണിക്കാം. ഒരു കുക്കറി ഷോ ഞാൻ നടത്താം. ഞാൻ വെക്കുന്നതൊക്കെ കാണിച്ചു. ഒരു വീഡിയോക്കകത്ത് ഞാൻ മീൻകറി എങ്ങനെയാ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. എന്റെ മീൻകറി ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ആദ്യമൊക്കെ ഫ്ലോപ്പായിരുന്നു, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഇച്ചിരി മെച്ചപ്പെട്ട് വരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ദിവസം മീൻകറി വെക്കുന്ന വീഡിയോ ഞാൻ ഇടാം. എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വീഡിയോ ഇടാം. അപ്പം ഇനി ഞാൻ മീൻകറി വെക്കട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. ഫസ്റ്റ് ഞാൻ ഇത്രയും നേരം ഒന്ന് സംസാരിച്ചത് വീഡിയോ എടുത്തു, മൈക്ക് ഓൺ ആക്കിയില്ല. പിന്നെ അടുത്ത ഞാൻ വീഡിയോ എടുത്തു, അത് വീഡിയോക്കകത്തല്ല വന്നത്. എനിക്കറിയാൻ വയ്യ, ഞാൻ കാണാപ്പാടം പഠിച്ചപ്പോ പറഞ്ഞത് മൊത്തം. ഇനി മീൻകറി തിളയ്ക്കുവാണ്. മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ഇത് രണ്ടു വട്ടം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ചിരി വരുന്നത്. മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. മീൻകറി തിളച്ചു. ഇനി ഞാൻ മഷ്റൂം മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ മഷ്റൂം മെഴുക്കുവരട്ടി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഫസ്റ്റ് ഒരു കറി, ഒരു നമ്മുടെ കൊഞ്ചു റോസ്റ്റ് ഒക്കെ പോലെ ഞാൻ മഷ്റൂം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അനന്തവും തക്കടും ഒക്കെ പറയുന്ന പറഞ്ഞാൽ അത് കൊള്ളാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് അമ്മയെടുത്ത് വെച്ചിട്ട് മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്
ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയെ വിളിച്ച് ഞാൻ ചോദിച്ചു, അമ്മ എങ്ങനെയാ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതുപോലെ ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിനുള്ള മഷ്റൂം ഞാൻ അരിഞ്ഞു വെച്ചു. ഇനി എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉള്ളി അരിയണം, പിന്നെ പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി മഷ്റൂം ഉണ്ടാക്കി, പക്ഷെ മഷ്റൂം മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ട് വരാം. മഷ്റൂം ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മഷ്റൂം ഒക്കെ വെന്ത് വരട്ടെ. പിന്നെ ഭയങ്കര വെട്ടങ്ങളൊക്കെ തോന്നുന്നുണ്ടോ? വയലിലെ വെട്ടവും ലൈറ്റിന്റെ വെട്ടവും കൂടെ ആയപ്പോ എറിച്ചു നിൽക്കുകയാണ്. വയൽ ഞാൻ എപ്പോഴും കാണിച്ചു തരുന്നല്ലേ, കാണിച്ചു തരാവേ. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. അപ്പൊ എന്താ പറയാ, ഇങ്ങനെയൊക്കെ പോന്നു. ഈ ഒരു മണിക്ക് 1:30-1:15 അച്ഛൻ വരും. അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛന് ചോറ് കൊടുത്ത് പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് സുഖു വരും. പിന്നെ സുഖുവിന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്, ഭയങ്കര ഫ്രീ ആണ്. പിന്നെ എനിക്ക് എന്റെ ഉറക്ക സമയമാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഉറങ്ങും, ചിലപ്പം വീഡിയോസ് ഒക്കെ കണ്ടോണ്ടിങ്ങനെ ഇരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചിലപ്പോ എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ചിലപ്പോ ഫുഡ് കഴിക്കും, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും. കാരണം എനിക്ക് ആൾക്കാരുടെ കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. മെയിനായിട്ട് അനന്തുവിന്റെ കൂടി ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അനന്തു ഉണ്ടെങ്കിലേ ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കത്തുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല. എനിക്ക് ഉച്ചയ്ക്ക് വേണമെന്ന് അങ്ങനെ ഇല്ല. രാവിലെയും രാത്രിയും ഞാൻ കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ ഓവറായിട്ട് കഴിക്കത്തില്ല, അതിൽ ശക്കലം ചോറേ കഴിക്കത്തുള്ളൂ. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് വെളിയിൽ പണി നടക്കുന്നുണ്ട്, അതിന്റെ ശബ്ദമാണ്. നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിന്റെ എന്തോ പണി നടക്കുന്നുണ്ട്, അതിന്റെ ശബ്ദമാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പൊ ഇങ്ങനെ വീഡിയോ എടുക്കുന്നെങ്കിൽ വേറൊരാളെ സഹായം ഇല്ലാതെ എനിക്ക് എടുക്കാനായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് ഇന്നലെ പക്ഷെ ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു, എനിക്ക് വിട്ടുപോയതാണ് എടുക്കാൻ. എനിക്ക് ട്രൈപോഡ് വന്നു, ട്രൈപോഡിനകത്ത് വെച്ചാണ് ഞാൻ എടുക്കുന്നത്. കൊള്ളാം, എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി. നല്ല രസമുണ്ടായിരുന്നു ട്രൈപോഡ്. ഇന്നലെ രാത്രി ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു, ഞാനും അനന്തും കൂടെ ഒക്കെ ആയിട്ട് ഇച്ചിരി വീഡിയോയും ഇതൊക്കെ എടുത്തായിരുന്നു. സെറ്റ് ചെയ്തൊക്കെ നോക്കി, എങ്ങനെയൊക്കെയാന്നൊക്കെ സെറ്റ് ചെയ്ത് നോക്കി. കൊള്ളാം. ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ വന്ന് കഴിക്കും. അച്ഛനും സുഖവും കഴിച്ചു കഴിഞ്ഞ് അവര് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ തൂക്കണം, തുടയ്ക്കണം, പിന്നെ പാപ്പുവിന് ഫുഡ് കൊടുക്കണം. ഞാൻ പാപ്പുവിനെ കാണിച്ചത് അവന് എവിടെയോ കിടന്നുറങ്ങുവാണ്. അപ്പം അവന് ഫുഡ് കൊടുക്കണം. അവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് 2-3 റീൽസ് എടുക്കണം. ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ റീൽസ് എടുത്തതിന് ശേഷമാണ് എന്റെ അംഗവും ഇതൊക്കെ കഴിയുന്നത്. കാരണം എന്തുവാ, ചിലപ്പോ ഞാൻ കിടന്നുറങ്ങും, ചിലപ്പോ റീൽസ് എടുക്കും, അങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. ആ സമയത്ത് എന്തൊക്കെ കഴിച്ച് കഴിയുമ്പോ ഉറങ്ങണമെന്ന് തോന്നിയാ ഉറങ്ങും, അല്ലെങ്കിൽ റീൽസ് എടുക്കും. ഇതൊക്കെ തന്നെയുള്ളൂ എന്റെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ അഥവാ അനന്ത് വന്നിട്ട് എവിടെയെങ്കിലും പോണം എന്ന് പറഞ്ഞാൽ മാത്രമേ രാത്രിയാണ് പോകുന്നത്. അതാണ് മിക്ക വ്ലോഗും എന്റേത് രാത്രി കാണുന്നത്. കാരണം രാത്രിയാണ് നിങ്ങൾ പുറത്തു പോകുന്നത്. പിന്നെന്താ, അപ്പോഴേ എല്ലാരും ഇവിടെ കാണത്തുള്ളൂ, അല്ലാതെ പകല് മൊത്തം ഞാനിവിടെ ഒറ്റയ്ക്കായിരിക്കും. അപ്പം കുറച്ച് ഞാൻ മനസ്സിലൊക്കെ ഓരോന്ന് കണ്ടിട്ടുണ്ട്, ഈ പകല് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അപ്പം എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഇടാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. കുറച്ച് ക്യൂടെക്സ് കളക്ഷൻ ഉണ്ട്, പിന്നെ കമ്മൽ കളക്ഷൻ ഉണ്ട്, കല്ല് സ്റ്റോണിൻ്റെത്, പിന്നെ ബ്ലാക്ക് മെറ്റലിൻ്റെത്, അങ്ങനെ കുറച്ച് കമ്മൽ കളക്ഷൻ ഉണ്ട്. മാല എനിക്ക് കളക്ഷൻ ഇല്ല, കാരണം എൻ്റെ കയ്യിൽ ഈ ഒരു കുഞ്ഞു മാല കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു കുഞ്ഞുമാലയും താലിമാലയും മാത്രമേ ഇടത്തോള്. അത് ഞാൻ വേറെ മാലയൊന്നും എടുത്തില്ല, മാല കളക്ഷൻ ഇല്ല. വളയും ഞാൻ അങ്ങനെ ഇടത്തില്ല. ചിലപ്പോ ഈ കണക്കൊരു വളയിടും. അതല്ല എന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ചെയിൻ ആയിരുന്നു നടക്കുന്നത്. പിന്നെ ഈ കൈ വാച്ചായിരിക്കും ഇടുന്നത്, അത് കാണത്തോളൂ. അതാണ് ഇടുന്നത്. ഞാൻ ഇനി എന്റെ മനസ്സിലുണ്ട് ഒരു മൈ ക്യൂടെക്സ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോന്നുണ്ട്. കാരണം എനിക്ക് ഇഷ്ടംപോലെ ക്യൂടെക്സ് ഉണ്ട്. കാരണം എനിക്ക് ക്യൂടെക്സ് ഞാൻ പ്രാന്തിയാണ്. ക്യൂടെക്സ് എവിടെ കണ്ടാലും ഞാൻ ഇങ്ങനെ അമ്പലങ്ങളിൽ പോകുമ്പോഴോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ക്യൂടെക്സ് നല്ല നല്ല കളർ കണ്ടാൽ ഞാൻ വാങ്ങിക്കും. എനിക്ക് ഇഷ്ടമാണ് ക്യൂടെക്സ് കളക്ഷനും ഉണ്ട്, എന്റെ കമ്മൽ കളക്ഷനും ഉണ്ട്. കമ്മലും ഞാൻ ഇത് കണക്കാണ്, ബീച്ചിലൊക്കെ പോകുമ്പോൾ ഈ 40 രൂപയുടെ കമ്മൽ ഇങ്ങനെ ബംഗാളികളൊക്കെ എടുത്ത് കിട്ടുമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കമ്മൽ. വെറൈറ്റി കമ്മലുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കും. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഇനിയുള്ള ഒരു വ്ലോഗായിട്ട് ഇടാം.
ഓരോന്നോരോന്നായിട്ട് ഇടാം. അതൊക്കെ എന്റെ മനസ്സിലുണ്ട്, അങ്ങനെ ഇടണം എന്നൊക്കെയുണ്ട്. പിന്നെ ഡ്രസ്സിന്റെ എന്റെ ഡ്രസ്സിന്റെ സ്റ്റിച്ച് അച്ചുചേച്ചിയാണ് എനിക്ക് തയ്ച്ചു തരുന്നതൊക്കെ. അപ്പൊ അതിന്റെ കളക്ഷൻ, അതിന്റെ കുറച്ച് കളക്ഷൻ ആയിട്ടല്ല, എന്റെ ഡ്രസ്സ് സ്റ്റിച്ചിങ്ങിന്റെ ഡ്രസ്സ് മാത്രമായിട്ട് കാണിച്ചു തരാം. അങ്ങനെ എന്റെ ഡ്രസ്സിന്റെ കളക്ഷൻ അതൊക്കെ ഞാൻ വേറെ വീഡിയോസിൽ ഞാൻ ഇടാം. അത് ആഗ്രഹമുണ്ട് അങ്ങനെ ഇടണമെന്ന്. ഇടാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, അപ്പം ഇതൊക്കെ ഉള്ളൂ. ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോ എന്തൊക്കെ നടക്കുന്ന എനിക്കറിയണം. ഇന്നത്തെ ദിവസം ഇനി ഞാൻ പറഞ്ഞ രീതിയാണോ നടക്കുന്നത്, അതോ വേറെ എന്തെങ്കിലും രീതിയിൽ നടക്കുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇരിക്കുമ്പോഴായിരിക്കും അച്ചുചേച്ചി വിളിക്കുന്നത് വാ പുറത്തു പോവാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആവുന്നതിനെ കൊണ്ട് എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോ അതോ ഇനി കാണാം എന്താ നടക്കുന്നതെന്ന് കാണാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ വന്ന് ചോറ് കഴിച്ചതിന് ശേഷം അച്ഛൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വാർത്ത കാണാൻ കിടന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് പാപ്പും കിടപ്പുണ്ടായിരുന്നു. അച്ഛൻ വന്നപ്പോൾ ഒരുപാട് പലഹാരവും കൊണ്ടാട്ടോ വന്നത്. കുറേ ചിപ്സും മിച്ചറും ബിസ്ക്കറ്റും പിന്നെ കുറേ സിപ്പപ്പൊക്കെ ആയിട്ട് വന്നത്. സിപ്പപ്പ് എനിക്കും പാപ്പുവിനും തക്കടുവിനൊക്കെ സിപ്പപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പാപ്പുവിനെ ഞാൻ കൊഞ്ചിക്കാൻ തുടങ്ങി. കഷ്ടം, ഉറക്കമായിരുന്നു അത്രയും നേരം. പിന്നെ ഞാൻ കുറച്ച് നേരം കൊഞ്ചിച്ചില്ലെങ്കിൽ അവന് ഭയങ്കര വിഷമമായിരിക്കും. അങ്ങനെ കൊഞ്ചിച്ചിട്ടൊക്കെ ഞാനൊന്ന് പോയി കിടന്നത് അനന്തു വന്ന് ചോറ് കഴിക്കാനായിട്ട്. അങ്ങനെ അനന്തുവിന് ചോറും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തക്കുടു വന്ന്. തക്കുടു എനിക്ക് മുട്ടയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. അവൻ്റെ മൂക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇച്ചിരി പൊങ്ങിയിരിക്കുകയാണ്. കാരണം ഇന്നലെ കൂട്ടുകാരുമായിട്ട് കളിച്ചപ്പോൾ കൂട്ടുകാരൻ്റെ തല വന്നിടിച്ച് മൂക്കൊക്കെ ഇച്ചിരി വീങ്ങിയിരിപ്പുണ്ട്. ഇപ്പം അവൻ്റെ ശബ്ദം കേട്ടാൽ നമ്മുടെ CID മൂസയിലെ ഹരീഷ് സ്റ്റേഷൻ്റെ ശബ്ദമില്ലേ, മൂക്ക് പൊട്ടുമ്പോഴുള്ള ശബ്ദം, ആ ശബ്ദമായിരുന്നു. അങ്ങനെ അവൻ ടാറ്റയിൽ നിന്ന് ട്യൂഷനും പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്ന് വെച്ചാൽ അല്ല, ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി തൂത്തു തുടച്ചതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്ക് കാണിക്കണമെന്ന് തോന്നി, അതൊക്കെ കാണിച്ചു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വന്നായിരുന്നു. അച്ഛൻ പിന്നെ ജോലിക്കൊന്നും പോയില്ല, ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 3:30 ഒന്ന് കിടക്കാന്ന് പറഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് ഒരു 4:45 ആയപ്പോഴത്തേക്കും തക്കുട് വന്നു. 4 മണിയൊക്കെ ആയപ്പോൾ തക്കുട് വന്നു. പിന്നെ അതിന്റെ പുറകെ അനന്ത് വന്നു. പിന്നെ അനന്തുവിന് ചോറിട്ട് കൊടുത്തു, തക്കുടിന്റെ കാര്യം നോക്കി. പിന്നെ ശേഷം ഒന്നും കിടക്കാൻ പറ്റിയില്ല, കിടക്കാനും നോക്കിയില്ല. പിന്നെ എഴുന്നേറ്റ് തൂത്തു എല്ലാം കഴിഞ്ഞതിന് ശേഷം പോയി കുളിച്ച് വന്നിങ്ങനെ വീഡിയോ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. കാരണം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുക, ഇവിടുത്തെ ജോലി ചെയ്യുക, പിന്നെ പാപ്പുവിനുള്ള കാര്യം നോക്കുക. പാപ്പു അപ്പുറമുണ്ട്, അവനെ കുറെ കളിപ്പിച്ചിട്ടൊക്കെയാണ് ഞാൻ റൂമിൽ കയറി ഞാൻ ഔട്ട് എടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി എന്താ എവിടെയെങ്കിലും പോവുകയാണെങ്കിലേ ഉള്ളൂ അങ്ങനെ ഇതായിട്ട്. ഇനി എല്ലാവരും കൂടെ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യാം. കാരണം വീട്ടിലല്ലേ അവരെല്ലാവരും ഉള്ള ഒരു ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. അപ്പൊ ഞായറാഴ്ച മാത്രമേ നമുക്ക് എല്ലാവരും കിട്ടത്തുള്ളൂ, വീഡിയോ എടുക്കാനും കിട്ടത്തുള്ളൂ. അപ്പം അന്ന് നോക്കാം, അന്ന് ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. എല്ലാവരെയും ഞാൻ അന്ന് എനിക്ക് പറ്റുന്ന രീതി വീഡിയോ എടുത്ത് ഒരു ഡേ ഇൻ മൈ ലൈഫും കൂടെ ചെയ്യുന്നതായിരിക്കും. അത് എല്ലാവരും കൂടെ ഉള്ളത് ചെയ്യുന്നത്. ഇത് എന്റെ ഒറ്റക്കുള്ളതാണ് കേട്ടോ. ഞാൻ മാത്രം ഈ ഒരു വീട്ടിൽ എന്താണ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അത്രേ ഉള്ളൂ. പിന്നെന്തോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോറൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന് വിചാരിച്ചതിന് അപ്പോഴാണ്. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ, അതിന് മുമ്പൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അതിൻ്റെ ഇടയ്ക്ക് മൈക്ക് ഓൺ ആയില്ല, പിന്നെ വീഡിയോ എടുത്തത് കറക്റ്റ് ആയില്ല, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാം കൊണ്ട് ആദ്യത്തെ ഒരു ഇതല്ലേ, ഇപ്പൊ ശരിയായിക്കോളും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുക. അപ്പോൾ എല്ലാവർക്കും ബൈ.